പോയി ഷേവ് ചെയ്തിട്ട് വാ പോ. നീ വീട്ടിൽ തന്നെ ഇരിക്കുന്നതാ നല്ലത് അബി. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ കുറച്ചുകൂടെ പ്രശ്നമാവത്തേ ഉള്ളൂ. അച്ഛമ്മയെ പോയി ഒന്ന് കണ്ടാലോ? അച്ഛമ്മ തലയിലൊന്ന് മസാജ് ചെയ്ത് തന്നാൽ കുറച്ചൊന്ന് ഓക്കെയാവും. എനിക്കിതെന്തൊക്കെയാ സംഭവിക്കുന്നത്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ, അതും രാവിലെ തന്നെ. അച്ഛമ്മേ, കുറച്ച് തലയൊന്ന് മസാജ് ചെയ്ത് തരുമോ? അച്ഛമ്മേ. എന്താ മോനെ? അച്ഛമ്മ എന്റെ തല. നീ എവിടെയായിരുന്നു ഇതുവരെ? വെളുത്ത മുടി, ഈ ഡ്രസ്, ചേരാത്തൊരു കണ്ണട, പിന്നെ അമ്മൂമ്മയുടെ കമ്മല്. കാണാൻ നാടക നടിയെ പോലെയുണ്ട്. എന്താ? ക്യൂട്ടായിരിക്കുന്നു, ക്യൂട്ട്. അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു മോനെ. എന്നുവെച്ചാ നീ വയസ്സാവുമ്പോഴും കാണാൻ ക്യൂട്ടായിരിക്കും അല്ലേ? ഇങ്ങടുത്ത് വന്നേ, കുറച്ചുകൂടെ അടുത്ത്. ഇതെന്താ സ്ലോ മോഷനില്? നീ ഇങ്ങ് വന്നേ. മനസ്സിലായില്ലല്ലേ? ഇല്ല. നിന്റെ കൈങ്ങ് തന്നെ. വൃത്തികെട്ടവൻ, നാണമില്ലാത്തവൻ. അമ്മുമ്മയോട് ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? നാണമില്ല നിനക്ക്? അല്ല അച്ഛമ്മയോ? അതെ, ഞാൻ. പിന്നാരാ? എനിക്ക് അവളായിട്ടാ തോന്നിയത്. അവളോ? അവൾ ആരാ? അവളെ ഞാൻ എല്ലാ സ്ഥലത്തും കാണുന്നു അച്ഛമ്മേ. കിച്ചണിൽ പോയപ്പോ കിച്ചണില്, ഗാർഡനിൽ പോയപ്പോ ഗാർഡനില്, കാർ എടുക്കാനായിട്ട് പോയപ്പോ അവിടെ ഡ്രൈവറായിട്ട് നിൽക്കുക. ഇവിടെ ഇപ്പൊ അച്ഛമ്മയുടെ അടുത്തും. എനിക്ക് അച്ഛമ്മയും അവളായിട്ടാണല്ലോ തോന്നിയത്. നീ ആരുടെ കാര്യ പറയുന്നത്? അവള് ആരാ? അവൾ അച്ഛമ്മേ. അതെയോ? തനു? ഇല്ല അച്ഛമ്മേ, എനിക്ക് തനുവിനെ കണ്ടപ്പോഴും അവളായിട്ടാ തോന്നിയത്. പക്ഷെ ആരാ? ബലൂൺ. പ്രിയ. അവൾ എന്നെ ആകെ ഭ്രാന്ത് പിടിപ്പിച്ചിരിക്കുക അച്ഛമ്മേ. എനിക്കിനി അവളോട് ഫോണിൽ സംസാരിക്കാതെ ഉറക്കം പോലും വരില്ല. രാവിലെ അവൾ ഷോപ്പിങ്ങിനായിട്ട് പോയിരിക്കുക. എനിക്കാണെങ്കിൽ ആകെ ടെൻഷനും ആവുന്നു. എല്ലായിടത്തും ഞാൻ അവളെ മാത്രമേ കാണുന്നുള്ളൂ. റോബിൻ, ഡ്രൈവർ, കുക്ക്, തനു, അച്ഛമ്മ. അയ്യേ. അച്ഛമ്മേ, അച്ഛമ്മേ, എന്തു പറ്റി? പക്ഷേ അവൾ അവിടെ ഇല്ല. നിനക്ക് കാണാൻ കഴിയുന്നു.
നിനക്ക് കാണാൻ കഴിയുന്നു, നീ അവളോട് അവൾ സംസാരിക്കുകയും അതിനൊക്കെ ചെയ്യുന്നു. മറുപടിയും തരുന്നുണ്ട്. ഇപ്പൊ എന്ത് ചെയ്യും അച്ഛമ്മ? എന്റെ ഈശ്വരാ, ഇനി എന്ത് സംഭവിക്കും? ഇതെന്താ സംഭവിക്കുന്നത്? ഇനി എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നത്? എന്ത്? എന്റെ ഈശ്വരാ, അച്ഛമ്മ എന്താ സംഭവിച്ചെന്ന് പറ. എനിക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നു. ഒന്ന് പറ അച്ഛമ്മ. എന്റെ ഈശ്വരാ, ഇതെന്താ സംഭവിക്കുന്നത്? ഇതെങ്ങനെ സംഭവിക്കും? തെറ്റാണ്, എല്ലാം തെറ്റാണ്, എല്ലാം തെറ്റാണ് സംഭവിക്കുന്നത്. സംഭവിച്ചു കഴിഞ്ഞു. ഇല്ല, ഇത് സംഭവിക്കാൻ പാടില്ലായിരുന്നു. അച്ഛമ്മ എന്തു പറ്റി? എന്താ സംഭവിക്കാൻ പാടില്ലാത്തത്? എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? അത് തെറ്റാണ്. ശരിയല്ല, ശരിയല്ല, ശരിയല്ല. അച്ഛമ്മേ, ഇങ്ങനെ കടങ്കഥയായിട്ട് പറയാതെ കഥയായിട്ട് പറഞ്ഞു തരൂ. ക്ലിയർ ആയിട്ട് പറയൂ. എന്താ സംഭവിച്ചെന്നൊന്ന് പറ അച്ഛമ്മ. സ്നേഹം, പ്രണയം, പ്രേമം, നീ പറഞ്ഞില്ലേ? അതൊക്കെ പ്രണയിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് മോനെ. പ്രണയിക്കുമ്പോ 2 ദിവസം കഴിഞ്ഞ നിന്റെ തനുവിന്റെ കല്യാണമാണ്. നിനക്ക് പ്രിയയോട് പ്രണയമാണ്. അത് തെറ്റാണ്, വളരെ തെറ്റാണ്. സംഭവിക്കാൻ പാടില്ല. ഒരിക്കലും അത് പറ്റില്ല. അച്ഛമ്മ, ഈ സ്നേഹം, പ്രണയം, പ്രേമം അല്ലാതെ എനിക്ക് വേറൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പ്രിയ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. ഞാൻ അവളെ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടായിരിക്കും അച്ഛമ്മ എനിക്ക് ഇതൊക്കെ തോന്നിയത്. അല്ലാതെ പ്രണയമൊന്നുമില്ല. ഇല്ല മോനെ, ഇതാണ് പ്രണയം. ഇതിനെ നിസ്സാരമായി കാണരുത് മോനെ. മോനെ, അസുഖം എത്ര ഇല്ലാതാക്കാൻ നോക്കിയാലും കൂടിക്കൊണ്ടിരിക്കും. പിന്നെ എത്രയും വേഗം മനസ്സിലാക്കിയാൽ അത്രയും ബുദ്ധിമുട്ട് കുറയും. അതുകൊണ്ട് മോനെ, നീ സമ്മതിക്കേ. നിനക്ക് പ്രിയയോട് പ്രണയമാണെന്ന്. മോനെ, നീ സമ്മതിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്നും എന്നേക്കുമായിട്ട്. മോനെ, നീ സമ്മതിച്ചില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും മോനെ. എന്നും എന്നേക്കുമായി പ്രശ്നങ്ങൾ ഉണ്ടാകും. എന്താ അച്ഛമ്മ ഇങ്ങനെ FM-ലെ റേഡിയോ ജോക്കിയെ പോലെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതെല്ലാം കേട്ടിട്ട് എന്റെ തല കറങ്ങുവാ. ഇപ്പോ തല കറങ്ങുന്നതല്ലേ ഉള്ളൂ മോനെ. പ്രണയിക്കുമ്പോ വിശപ്പും ദാഹവും ഉറക്കവും നഷ്ടമാകുമ്പോ നിനക്കെല്ലാം മനസ്സിലാകും. നിനക്ക് പറഞ്ഞു തരേണ്ടത് എന്റെ കടമയായിരുന്നു. ഞാൻ പറഞ്ഞു തന്നു. ഇനി നീ കണ്ണു തുറന്നു പിടിക്കേ, അല്ലെങ്കിൽ കണ്ണടച്ചു വയ്ക്കേ. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം. എന്റെ ജോലി കഴിഞ്ഞു. അതെ, ശരിയാ. എന്റെ ഉറക്കം വല്ലാതെ കുറഞ്ഞു. ചിലപ്പോ വിശപ്പും ദാഹവും പോലും ഉണ്ടാവാറില്ല. ഇനി ശരിക്കും എനിക്ക് പ്രിയോട് പ്രണയമാണോ? ആഹാ, എന്താ കാര്യം? വളരെ സന്തോഷത്തിലാണല്ലോ. പറഞ്ഞു തരാം. ആദ്യം നീ പറ. പ്രിയയും പ്രണവും വന്നോ ഇല്ലേ? ഇതുവരെ അവര് വന്നിട്ടില്ല. പിന്നെ ഫോൺ വിളിക്കേ. അവരെയോ? ആ, ഓക്കെ. ചേച്ചി, നമ്മൾ ഈ റിപ്പോർട്ട്സ് സരള ആൻറ്റി അമ്മൂമ്മയെ കാണിക്കുമ്പോൾ അവർക്ക് വളരെ സന്തോഷമാവും അല്ലേ? റിപ്പോർട്ട്സ് സൂക്ഷിക്കുന്നതിനേക്കാളും അവരുടെ ചിരി നിർത്താനാവും ഏറ്റവും ബുദ്ധിമുട്ട്. അച്ഛമ്മയുടെ ഫോണ്. എടുക്ക്. പക്ഷേ ഡീറ്റെയിൽസ് ഒന്നും പറയണ്ട, അത് ഞാൻ തന്നെ പറയും. ശരി. അച്ഛമ്മേ. ഹലോ, നിങ്ങൾ എവിടെയാണ്? എന്തെങ്കിലും കിട്ടിയോ? ചിലത് കിട്ടിയിട്ടുണ്ട്. ചെറിയ സാധനമൊന്നുമല്ല കിട്ടിയത്, ഒരു 1.5 സാധനമാണ് കിട്ടിയത്. എന്താ? കുറച്ച് വെയിറ്റ് ചെയ്യുന്നേ. ഞാൻ വീട്ടിൽ വന്ന് അച്ഛമ്മയോട് എല്ലാം പറയാം. 2 ദിവസം കഴിഞ്ഞുള്ള കല്യാണത്തിന്റെ എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിക്കോളും. ഈ പ്രണവ് എന്താ പറയുന്നത്? ഒന്നുമില്ല അച്ഛമ്മേ, ഞങ്ങളെല്ലാം വീട്ടിൽ വന്നിട്ട് പറയാന്നേ. ശരി, നിങ്ങൾ വേഗം വരൂ. നിങ്ങൾ വന്നിട്ടൊരു കാര്യം പറയാനുണ്ട്. ഞങ്ങളോടോ? എന്താ? വന്നാലല്ലേ പറഞ്ഞു തരൂ. ശരി അച്ഛമ്മേ, ഉടനെ തന്നെ എത്താം. ശരി, ഓക്കെ. അവരെന്താ പറഞ്ഞേ? വീട്ടിൽ വന്നിട്ട് പറയും. ഓക്കെ. എന്നാ ചേച്ചി പറയൂ. ചേച്ചി എന്താ എന്നോട് പറയാൻ വന്നേ? ഞാനോ? ആ, കേൾക്ക്. And you know, we should do the second. വീക്കെൻഡിൽ നമുക്ക് പാർട്ടി പ്ലാൻ ചെയ്യാം. What do you say? അലിയ, Just 1 minute. പറയൂ. ഞാൻ നിന്നോട് സോറി പറയാൻ വന്നതാ. പറഞ്ഞല്ലോ, പോയിക്കോ. ഓക്കെ? യാ. Then so അലിയ, ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുക. ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. just I will call you back. Some disturbance in the family. Yeah, bye.
പറഞ്ഞല്ലോ. ഇനി പൊയ്ക്കൂടെ നിനക്ക്? ആലിയ നമ്മൾ ഫ്രണ്ട്സ് ആണ്. പിന്നെ തനു, ലിസൺ ടു മീ വെരി കെയർഫുള്ളി. ഞാൻ സ്വന്തമായിട്ട് ലിമിറ്റ്സ് അറിയാവുന്നവരെ മാത്രം എൻ്റെ ഫ്രണ്ടായിട്ട് കാണൂ. ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യം പോട്ടെ, സ്വന്തം ലൈഫ് പോലും കുളമാക്കുന്നവരെ എങ്ങനെയാണ്? സോ നീ തന്ന ഇൻഫർമേഷന് നന്ദിയുണ്ട്. നിനക്ക് പറഞ്ഞു കഴിഞ്ഞെങ്കിൽ നിനക്ക് ഇവിടെ നിന്ന് പോവാം. എന്താണെന്നറിയോ, എനിക്ക് ഇങ്ങനെയുള്ള ആളുകളെ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തീരെ താല്പര്യമില്ല. ഞാൻ നിന്നെ എൻ്റെ ലൈഫിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞു. ഇനി എൻ്റെ മുറിയിൽ നിന്ന് ഒഫീഷ്യലി ഞാൻ നിന്നെ പുറത്താക്കും. ഇനി മുതൽ നീ എൻ്റെ മുറിയിലല്ല, വീട്ടിലെ ഏത് ഗസ്റ്റ് റൂമിൽ വേണമെങ്കിലും നിനക്ക് താമസിക്കാം. നൗ ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ആലിയ, ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കാനാ വന്ന്. ഈ സംഭവിച്ചതൊക്കെ പ്ലീസ് മറക്കൂ. എനിക്ക് മറക്കാൻ കഴിയില്ല സ്വീറ്റ് ഹാർട്ട്, ഒരിക്കലും എനിക്ക് മറക്കാൻ കഴിയില്ല. കാരണം ഈ സംഭവിച്ചതല്ല ഞാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടും കൂടെയാണ്. വെയിറ്റ് എ സെക്കൻഡ്. ഇതാ നിന്റെ സാധനങ്ങള്. ജസ്റ്റ് ഗെറ്റ് ഔട്ട് ഫ്രം ഹിയർ. ആലിയ, ഞാൻ പറഞ്ഞു ഗെറ്റ് ഔട്ട്. നീ പറഞ്ഞ കേക്കില്ല. പുറത്തേക്ക് പൊയ്ക്കോ. Get lost. ആ ശരി, ഞാൻ പോകുന്നു. നിനക്ക് എന്നെ കുറിച്ചുള്ള ചിന്തയില്ലെങ്കിൽ എനിക്ക് നിന്നെ കുറിച്ചുള്ള ചിന്തയില്ല. ഫ്രണ്ട്ഷിപ്പും വേണ്ട. ഓ, വന്നോ നിങ്ങൾ രണ്ടുപേരും? ഷോപ്പിംഗ് കഴിഞ്ഞോ? ഷോപ്പിംഗ് കഴിഞ്ഞു, പക്ഷെ കല്യാണം നടക്കുമല്ലെന്നുള്ള കാര്യം അറിയില്ല. ശരിക്കും ചിരി വരുന്നുണ്ടല്ലേ നിങ്ങൾക്ക് രണ്ടുപേർക്കും? ഇനി എന്ത് ചെയ്യാനാ, നിന്റെ കല്യാണം നടക്കാൻ പോകുന്നു. വധുവിനെ യാത്രയാക്കുമ്പോൾ എല്ലാവരും കരയും. ആരെങ്കിലുമൊക്കെ ചിരിക്കാനും വേണ്ടേ? ഇല്ല പ്രണവ്, ഇവിടെ തിരിച്ചാവും സംഭവിക്കാം. ഇവിടെ ഞാൻ ചിരിക്കും, നിങ്ങൾ രണ്ടുപേരും കരയും. സ്വീറ്റ് ഡ്രീംസ്. ഞാൻ അച്ഛമ്മയുടെ മുറിയിലേക്ക് പോവുക. അങ്ങോട്ട് വന്നേക്കണേ. പിന്നെ നീയും ഷോപ്പിംഗ് ചെയ്തില്ലേ? ഞാൻ പൈസ തരുമായിരുന്നല്ലോ. ഗിഫ്റ്റായി നിനക്ക് കാണാലോ. ഗിഫ്റ്റോ? ഗിഫ്റ്റ്. നിന്റെ എന്റെയും ചാലഞ്ചിൽ നീ തോൽവി സമ്മതിച്ചു. അതിന് പകരമായി ഞാൻ നിനക്ക് എന്തേലും തരണ്ടേ? ആക്ച്വലി ഗിഫ്റ്റ് ഞാനാ നിനക്ക് തരാൻ പോകുന്നത്. ചിലപ്പോ നിന്റെ ഈ ജീവിതത്തിൽ ഇത്ര വലിയൊരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടാവില്ല. ഇൻഫാക്ട് നീ ഇനി ഏത് കല്യാണത്തിന് പോയാലും ഈ ഗിഫ്റ്റ് നിനക്ക് ഓർമ്മ വരിക തന്നെ ചെയ്യും. പിന്നെ എന്റെ അബിയുടെയും കല്യാണം നടക്കാൻ പോവാണ്. നീ ഈ വീട്ടിൽ നിന്ന് പുറത്താവാനും പോവാ. അപ്പൊ നിനക്ക് അബിയെ ഒരുപാട് ഓർമ്മ വരും അല്ലേ? കല്യാണം നടന്നല്ലേ തനു? ആർക്കറിയാം, അതിനു മുൻപ് തന്നെ നിനക്ക് ഈ വീട് വിട്ടു പോവേണ്ടി വന്നാലോ? ചെയ്തോളൂ, അവസാന ശ്രമവും ചെയ്തോളൂ. ഇനി എന്താന്ന് വെച്ചാ എന്റെ അബിയുടെയും കല്യാണം നടക്കാൻ പോവാ. അപ്പൊ നിനക്ക് തോന്നരുത് എന്റെ മുന്നിൽ തന്നെ അബിയുടെയും തനുവിന്റെയും കല്യാണം കഴിഞ്ഞു, പിന്നെ എനിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന്. പക്ഷെ ഒരു കാര്യം ഓർത്തു വെക്കണം, ടൈം നന്നായി ഓർക്കണം. 48 മണിക്കൂറേ ഉള്ളൂ. ടൈം പോകും തോറും നിന്റെ പ്രതീക്ഷ നിനക്ക് മറുപടി നൽകിക്കൊണ്ടേയിരിക്കും. എന്റെ പ്രതീക്ഷ നിന്നോട് എന്ത് മറുപടിയാ പറയുന്നതെന്ന് നിനക്ക് ചിന്തിക്കാനേ കഴിയില്ല. ഇത്രയും ഓവർ കോൺഫിഡൻസ് നല്ലതല്ല തനു. നീ എത്രത്തോളം മുകളിലോട്ട് ഉയരുന്നോ താഴെ വീഴുമ്പോൾ അത്ര അധികം വേദന ഉണ്ടാവും. എങ്കിൽ ശരി, അവസാനത്തെ ശ്രമവും നടത്തിക്കോളൂ. പക്ഷെ നിനക്ക് തോന്നുന്നുണ്ടോ എന്റെ അബിയുടെയും കല്യാണം മുടക്കാൻ കഴിയുന്നു? എനിക്ക് തോന്നുന്നത് ഒരാൾ മറ്റൊരാളെ കല്യാണം കഴിക്കുമ്പോൾ അവർ വേർപെട്ടാലും അവരുടെ ബന്ധങ്ങൾ അവസാനിക്കുന്നില്ല എന്നാ. നീ മനസ്സിലാക്കേണ്ടതായിരുന്നു തനു, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമില്ലാത്ത ഒരാളാ നീയെന്ന്. അതുകൊണ്ട് തന്നെ നിന്റെ ദിവസങ്ങൾ എണ്ണപ്പെട്ട് കഴിഞ്ഞു. അച്ഛമ്മേ, അബിയുടെയും തനുവിന്റെ കല്യാണത്തിന് സ്റ്റേ ഓർഡർ ഉണ്ടായെന്ന് കരുതിക്കോളൂ. അബി തന്നെ ഈ കല്യാണം വേണ്ടെന്ന് പറയും. എടാ, നീ എന്തൊക്കെയാ പറയുന്നത്? നിനക്ക് എന്താ കിട്ടിയെന്ന് പറയൂ. ഇത് നമുക്ക് തുറുപ്പ് ചീട്ട്. ഇതെന്താ? അച്ഛമ്മേ, ഇതാണ് തനുവിന്റെ ഒറിജിനൽ പ്രഗ്നൻസി റിപ്പോർട്ട്. ആ കുട്ടി തനുവിന്റെ നിഖിലിന്റെ ആയിരുന്നു. ശരി, ഈ കാര്യത്തിൽ നമുക്കൊരു കാര്യം ചെയ്യാം. കല്യാണത്തിന് 2 ദിവസമുണ്ട്. 2 ദിവസത്തിന് വേണ്ടി നമുക്ക് പുതിയൊരു ചാലഞ്ച് ചെയ്താലോ? 48 മണിക്കൂർ. 48 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ അബിയുടെ ഒപ്പം മണ്ഡപത്തിലിരിക്കും. പക്ഷെ നീ ഏതെങ്കിലും മൂലയിലിരുന്ന് കരയുന്നുണ്ടാവും. പിന്നെ നോക്കാം നമുക്ക് ആരാണ് ഈ വീട്ടിൽ വരുന്നതെന്നും ആരാണ് ഈ വീട്ടിൽ നിന്ന് പുറത്താവുന്നതെന്നും. തനു, ഈ വീട്ടിലേക്ക് ഞാൻ പോകാനായിട്ടല്ല വന്നത്.
വധുവായിട്ടാണ് ഞാൻ ഇവിടെ വന്ന് കയറിയത്. ഞാൻ മരിച്ചാലേ ഈ വീട്ടിൽ നിന്ന് പോകൂ. പിന്നെ നീ പറഞ്ഞ 48 മണിക്കൂറിന്റെ കാര്യം, എനിക്ക് അത്ര സമയം പോലും വേണ്ട. അതിനു മുൻപ് തന്നെ ഞാൻ നിന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയിരിക്കും. എനിക്ക് നിന്റെ കോൺഫിഡൻസ് വളരെ ഇഷ്ടപ്പെട്ടു. ശരി, ഓർത്ത് വെക്കാം. 48 മണിക്കൂർ. നോ, പ്ലീസ് എക്സ്ക്യൂസ് മീ. എന്റെ കല്യാണത്തിന്റെ ഡ്രസ്സ് വരാൻ പോവാ. എനിക്ക് അല്പം തിരക്കുണ്ട്. ഓക്കെ, പ്ലീസ് ഗോ. പിന്നെ ഞാൻ പറയുന്നത് ഇന്ന് തന്നെ അത് ട്രൈ ചെയ്യണം കേട്ടോ. നിനക്ക് നിന്നെ തന്നെ വിവാഹ വസ്ത്രത്തിൽ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ? അതെങ്കിലും അങ്ങ് പൂർത്തിയാകട്ടെന്നേ. നീ എന്താ പറയുന്നത്? ഇതെങ്ങനെ നിനക്ക് കിട്ടി? എന്റെ ആവശ്യത്തിനായി പോയി, എനിക്കൊരു തെളിവും കിട്ടിയില്ല. പക്ഷെ സഹോദരനെ കുറിച്ച് ഓർത്തപ്പോൾ കിട്ടിയ തെളിവുമായി ഞാൻ വന്നു. ചേച്ചി, ഇവൻ വീണ്ടും തുടങ്ങി. അതെ, ഇങ്ങനെ കിട്ടിയെന്ന് അതൊക്കെ വിടൂ. എന്താണ് കിട്ടിയതെന്ന് നോക്കൂ. അമ്മുമ്മ, ഈ റിപ്പോർട്ട്സ് ഒരു ആറ്റം ബോംബാണ്. ഇത് പൊട്ടുമ്പോൾ തനുവിന്റെ ഈ വീട്ടുകാരുമായുള്ള എല്ലാ കണക്ഷനും തകരും.